ഹായ്, ഇന്നത്തെ ലഞ്ച് സ്നാക്സ് ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. പാല് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്, ചായപ്പൊടിയും പഞ്ചസാരയും ഏലക്കയും ഇട്ട് ചായക്കും വെച്ചിട്ടുണ്ട്. പിന്നെ തലേന്നത്തെ സാമ്പാറാണ്, അത് നന്നായിട്ടൊന്ന് ചൂടാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സാമ്പാർ ഉള്ളതുകൊണ്ട് തന്നെ പൊങ്കലാണ് ഉണ്ടാക്കുന്നത്. 2 ഗ്ലാസ് പച്ചരിയിലേക്ക് 1 ഗ്ലാസ് പാസിപ്പരിപ്പ്, അതായത് ചെറുപയർ പരിപ്പ് നന്നായിട്ട് കുക്കാവണ അളവുക്കുള്ള വെള്ളവും ഉപ്പും ചേർത്ത് അതൊന്ന് അടച്ച് വെച്ച് വിസിലടിക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് തന്നെ അരി കഴുകി നന്നായിട്ടൊന്ന് ചോറിന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ വേവണ ടൈം കൊണ്ട് പച്ചക്കറിയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ടൈം കൊണ്ട് തന്നെ നമ്മളെ പൊങ്കൽ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളവും അതേപോലെ തന്നെ പാലും ചേർത്ത് നന്നായിട്ട് ഉടച്ചെടുക്കാം കേട്ടോ. നന്നായിട്ട് ഉടച്ചെടുക്കണം. അപ്പോൾ ഇതേപോലെ അങ്ങനെ പേസ്റ്റ് പോലെ ആവണം കേട്ടോ. ഇനി നമുക്കിത് എന്ത് ചെയ്യുക, ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് ആ വെള്ളത്തിൻ്റെ ഫ്ലേവർ ഒന്ന് മാറാൻ വെക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് താളിപ്പാണ്. നെയ്യിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും അതേപോലെ തന്നെ ചെറിയ ജീരകവും കുരുമുളക് കുത്തിയതും താളിപ്പ് പൊങ്കലിലേക്ക് പറഞ്ഞാൽ പൊങ്കൽ റെഡിയാണ് കേട്ടോ. അടുത്ത പരിപാടി ഇതിലേക്കുള്ള തേങ്ങാ ചട്നിയാണ്. തേങ്ങ, പൊട്ടുകടല, കുറച്ച് ഉപ്പ്, അതേപോലെ തന്നെ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുത്താൽ നമ്മുടെ ചട്നി റെഡിയാണ്. കടുകും കറി ലീഫും താളിച്ചൊഴിച്ചാൽ മതി. അതിൻ്റെ കൂടെ ആയിട്ട് തന്നെ സാലഡിൻ്റെ പണിയും ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. ഇനി സ്നാക്സിന് വേണ്ടിയിട്ട് കടലയാണ്. ഇന്നലെ കൊടുത്ത കടല അതേപോലെ തന്നെ അവർ ഇന്നും വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിന്ന് കടല തന്നെയാണ് സ്നാക്സിന് ഉണ്ടാക്കുന്നത് കേട്ടോ. അതേസമയം നമ്മൾ ചോറ് ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് കടുക്, വറ്റൽമുളക്, കടലപ്പരിപ്പ്, ഉഴുന്നമ്പരിപ്പ്, ചെറിയ ഉള്ളി ഇതെല്ലാം ഇട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമ്മളുടെ അവരൊക്കെയാണ് ഉപ്പേരി ഉണ്ടാക്കുന്നത്, അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഉപ്പും വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിൻ്റെ ശേഷം ലോ ഫ്ലെയിമിലിട്ട് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഇത് ഇടയ്ക്കൊന്ന് തുറന്ന് മിക്സാക്കി കൊടുക്കണം കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ച തേങ്ങയും കൂടി ഇട്ട് മിക്സാക്കിയാൽ നമ്മുടെ ഉപ്പേരി റെഡിയാണ്. ഇനി ഞാൻ ബീട്രൂട്ട് നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ചതാണിത്. ഇതിലേക്ക് കുറച്ച് തൈര് ഒഴിച്ച് അതും അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് എണ്ണയിലേക്ക് കടുക്, കറി ലീഫ്, വറ്റൽമുളക്, കായപ്പൊടി, നമ്മൾ അരച്ച് വെച്ച ബീട്രൂട്ട് ഇതെല്ലാം ചേർത്ത് മിക്സാക്കിയാൽ മോരുകറി റെഡിയാണ് കേട്ടോ. ഇനി ചോറ് പാക്ക് ചെയ്യാം. ചോറ് 2 പേർക്കും ആക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ 2 പേർക്ക് ഉപ്പേരി ആക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ 2 പേരെ പാത്രത്തിലേക്കും നമ്മളുടെ മോരുകറി കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടാണ് ഞാൻ ആക്കുന്നത്. ഉപ്പ് ഞാൻ ചെയ്യുമ്പോൾ ഇടാൻ മറന്നതായിരുന്നു കേട്ടോ. പിന്നെ 2 പേർക്കും ഓരോ വേവിച്ച മുട്ടയും വെച്ചിട്ടുണ്ട്. പിന്നെ സ്നാക്സും പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ലഞ്ച് ബോക്സ് റെസിപ്പി ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്ന് കുറച്ച് അർജൻറ്റായിട്ടുള്ള പണിയായതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും ചെയ്യാനുള്ള നേരമില്ല. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.